അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെഡ്പൂൾ വേഴ്സസ് ഓൾഡ് മാൻ ലോഗൻ എന്ന കഥയുടെ 4ാം ഭാഗത്തിലേക്ക് പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള ഭാഗങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പതിവ് പോലെ ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇപ്പോൾ ഡെഡ്പൂളിന് വോൾവറിനെ പോലെയുള്ള അഡമാൻഡിയം ക്ലോസ് ഒക്കെ വന്നത് കണ്ടിട്ട് അവിടെയുള്ള ഏജൻറ്റ് ഹർട്ടും സയൻറ്റിസ്റ്റുകളും പിന്നെ നമ്മുടെ വോൾവറിനും തന്നെ ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന സയൻറ്റിസ്റ്റുകളെയും പട്ടാളക്കാരെയും ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ തൻ്റെ അഡമാൻഡിയം ക്ലോസ് ഉപയോഗിച്ച് വെട്ടിക്കയറാനും കുത്തിക്കയറാനും തുടങ്ങുകയാണ്. അന്നേരം തന്നെ നമ്മുടെ വോൾവറിനാണെങ്കിൽ ഈ ഡെഡ്പൂളിന് എങ്ങനെയാണ് തൻ്റെ ഈ അഡമാൻഡിയം ക്ലോസ് ലഭിച്ചതെന്ന് അവിടെ നിൽക്കുന്ന മാഡി എന്ന് പറഞ്ഞ പെണ്ണിനോട് ചോദിക്കും. അപ്പോൾ തന്നെ മാഡി ആണെങ്കിൽ ഈ ഡെഡ്പൂൾ പറഞ്ഞിട്ട് ഞാനാണ് ആ അഡമാൻഡിയം ക്ലോസ് എല്ലാം നിൻ്റെ ശരീരത്തിൽ നിന്നും ഡെഡ്പൂളിൻ്റെ ശരീരത്തിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തതെന്ന് മാഡി വോൾവറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ വോൾവറിനാണെങ്കിൽ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എൻ്റെ ഈ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് അഡമാൻഡിയം ക്ലോസ് തിരിച്ചെനിക്ക് തരുവാൻ മാഡിയോട് പറയുകയാണ്. അന്നേരം തന്നെ മാഡി ആണെങ്കിൽ വോൾവറിൻ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ്റെ കെട്ടുകളൊക്കെ അഴിച്ച് പുള്ളിക്കാരനെ ഫ്രീ ആക്കിയിട്ട് ഡെഡ്പൂളിൻ്റെ ശരീരത്തിൽ നിന്നും അഡമാൻഡിയം ക്ലോസ് തിരിച്ച് നമ്മുടെ വോൾവറിന് കൊടുക്കുകയാണ്. അന്നേരം തന്നെ ഇനി ഇവിടെ ഉള്ളവന്മാരെല്ലാം വോൾവറിൻ കൊന്നോളുമെന്ന് പറഞ്ഞ് നമ്മുടെ മാഡിയെ എടുത്തുകൊണ്ട് ഡെഡ്പൂൾ അവിടുന്ന് വേഗം ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴികൾ നോക്കിയാണ്. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെയുള്ള സയൻറ്റിസ്റ്റുകളെയും പട്ടാളക്കാരെയും എല്ലാവരെയും നമ്മുടെ വോൾവറിൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഏജൻറ്റ് ഹർട്ടിനെ ഇപ്പോൾ അവസാനം നമ്മുടെ വോൾവറിൻ കൊല്ലാൻ വേണ്ടി പോയതും ആ ഏജൻറ്റ് ഹർട്ട് ആണെങ്കിൽ ഈ മാഡി എന്ന് പറഞ്ഞ പെണ്ണിനെ പറ്റി നിനക്കൊന്നും അറിയത്തില്ല എന്നും അവൾ ഭയങ്കര അപകടകാരിയാണെന്നൊക്കെ നമ്മുടെ വോൾവറിനോട് പറയും. പക്ഷെ വോൾവറിൻ അതൊന്നും ആദ്യം കേൾക്കത്തില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഏജൻറ്റ് ഹർട്ടിനെ മുറിവേൽപ്പിക്കുകയാണ്. അന്നേരം തന്നെ ആ ഏജൻറ്റ് ഹർട്ട് മാഡിയെ പറ്റിയുള്ള ചില രഹസ്യങ്ങൾ നമ്മുടെ വോൾവറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വോൾവറിനാണെങ്കിൽ അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, നീ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിടാമെന്ന് ഏജൻറ്റ് ഹർട്ടിനോട് വോൾവറിൻ പറയുമെങ്കിലും ഏജൻറ്റ് ഹർട്ടിനെ വെറുതെ വിടാൻ നമ്മുടെ വോൾവറിന് അങ്ങ് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ തൻ്റെ അഡമാൻഡിയം ക്ലോസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഏജൻറ്റ് ഹർട്ടിനെ വീണ്ടും മുറിവേൽപ്പിക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരത്തിന് ശേഷം അവിടെ വഴി തപ്പി നടക്കുന്ന നമ്മുടെ ഡെഡ്പൂളിൻ്റെ മാഡിയുടെ അടുത്തേക്ക് നമ്മുടെ വോൾവറിൻ ചെന്നിട്ട് ഈ മാഡി ഭയങ്കര ഡേഞ്ചറസ് ആണെന്നും മാഡിക്ക് ഒരിക്കലും അവിടെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല എന്നും ഇവിടെ ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നും ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോയാൽ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്കെല്ലാം അപകടം ഉണ്ടാക്കുമെന്ന് വോൾവറിൻ ഡെഡ്പൂളിനോടും മാഡിയോടും പറയണം. അപ്പോൾ തന്നെ ഡെഡ്പൂൾ ആണെങ്കിൽ മാഡിയെ ഇവിടെ നിർത്തുവാൻ താൻ സമ്മതിക്കത്തില്ല എന്നും ഇവിടെ ഉള്ളവന്മാരെല്ലാം ഈ പാവം പെണ്ണിനെ ഉപയോഗിച്ച് വെപ്പൺസ് ഉണ്ടാക്കാനും പുള്ളിക്കാരിയുടെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നതെന്നും താൻ ഇനി ഈ പെണ്ണിനെ ഇവിടെ നിർത്തുവാൻ സമ്മതിക്കത്തില്ല എന്നും വോൾവറിനോട് പറയണം. അന്നേരം തന്നെ വോൾവറിനും ഡെഡ്പൂളും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കും. അങ്ങനെ ഇപ്പോൾ തൻ്റെ പേരും പറഞ്ഞിട്ട് വോൾവറിനും ഡെഡ്പൂളും അവിടെ കിടന്ന് അടി കൂടുന്നത് കണ്ടിട്ട് നമ്മുടെ മാഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. പുള്ളിക്കാരിയാണെങ്കിൽ ഡെഡ്പൂളിനോടും വോൾവറിനോടും ഞാൻ നിന്നോടൊന്നും എന്നെ സഹായിക്കണമെന്നോ രക്ഷിക്കണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പിന്നെ നീയൊക്കെ എന്തിനാണ് എൻ്റെ പേരും പറഞ്ഞ് ഇവിടെ അടി കൂടുന്നതെന്ന് വോൾവറിനോടും ഡെഡ്പൂളിനോടും മാഡി ചോദിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിൽ അവർ നിൽക്കുന്ന അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ അത് ടെലിപ്പോർട്ട് ചെയ്ത് ആകാശത്തിലേക്ക് ഉയർത്തി വിടുകയാണ്. ഇപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ വോൾവറിനും ഡെഡ്പൂളും ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ മാഡിക്ക് ഇത്രയും പവേഴ്സ് ഉണ്ടല്ലോ എന്ന് ഓർത്താണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ആകെ ഞെട്ടിപ്പോയത്.